ഭൂലോക വൈകുണ്ഠമെന്ന് പ്രകീർത്തിക്കപ്പെടുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൻ്റെ ബ്രഹ്മസ്ഥാനത്തിൽ വിരാജിക്കുന്നു. 5000 വർഷങ്ങൾ പിന്നിടുന്ന പുരാണങ്ങളിൽ പരാമർശമുള്ളതിനാൽ കലിയുഗ ആരംഭത്തിൽ ഈ ക്ഷേത്രം സ്ഥാപിതമായിരിക്കുമെന്ന് അനുമാനിക്കുന്നു. ശ്രീ പത്മനാഭസ്വാമി തിരുവനന്തപുരം നഗരിയുടെ അധിഷ്ഠാന ദേവൻ മാത്രമല്ല, AD 1750 മുതൽ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഉടമയും രാജാധിരാജനുമായിരുന്നു. AD 1566 ആദിത്യവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് കിഴക്കേ ഗോപുരത്തിൻ്റെ പണി തുടങ്ങിയത്. ശ്രീ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഗോപുരപണിയും ക്ഷേത്ര പുനരുദ്ധാരണവും പൂർത്തിയായത്. ക്ഷീരസാഗരം വാഴുമീശ്വരൻ, ലക്ഷ്മീകാന്തനായി മരുവുമീശ്വരൻ, പത്മനാഭനായി വിളങ്ങുമീശ്വരൻ. മലയാള തമിഴ് വാസ്തുവിദ്യാ സംയോജനമാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. 2000-ൽ പരം രൂപങ്ങളും കൊത്തുപണികളും അടങ്ങിയ കിഴക്കേ ബഹുനില രാജഗോപുരം ദ്രാവിഡ ശൈലി അനുഗമിക്കവേ ബാക്കി 3 കവാടങ്ങളും മലയാള മാതൃകയിലുള്ള ഇരുനില പടിപ്പുരകളാണ്. പത്മനാഭനേ പാഹി മാം ഭജേ. ക്ഷീരസാഗരം വാഴുമീശ്വരൻ, അനന്തശയ്യമേ അമരുമീശ്വരൻ. വിഷ്ണു കീർത്തനം. വഞ്ചിനാടിന്റെ സൂചകമായി ഗോപുരത്തിന്റെ മുകൾ വശം വള്ളത്തിന്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിഷ്ണു സേവനം പക്ഷിവാഹനം വിശ്വനായകം പത്രലോഹിതം കമലനായകം. വലിയൊരു മതിൽക്കെട്ടിനുള്ളിൽ 7 ഏക്കർ ഭൂമിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മതിലകമെന്നും ക്ഷേത്രം അറിയപ്പെടുന്നതിനാൽ ഈ മതിലുകൾക്കുള്ള പ്രാധാന്യം എത്രയാണെന്ന് മനസ്സിലാക്കാം. ശ്രീ പത്മനാഭനേ ശംഖുധാരിണം ചക്രമായുധം മദനമോഹനം മോദദായകം നാമകീർത്തനം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കീഴിൽ 22 തീർത്ഥങ്ങളുള്ളതായി ചരിത്രരേഖകളിൽ കാണാം. ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലും പരാമർശിക്കപ്പെട്ട പത്മതീർത്ഥമെന്ന ക്ഷേത്രകുളമാണ്. പ്രിയൻ ലക്ഷ്മി സേവിതൻ അഭയദായകം. ഉത്സവകാലങ്ങളിൽ ക്ഷേത്രകലകൾക്ക് വേദിയായ നിരവധി മണ്ഡപങ്ങളുള്ളതാണ് ഈ കുളത്തിന്റെ പ്രത്യേകത. പാഹി മാം സദാ ശ്രീ പത്മനാഭം. ക്ഷീരസാഗരം വാഴുമീശ്വരൻ, അനന്തശയ്യമേ അമരുമീശ്വരൻ. ഭക്തവത്സലം മോഹനാശകം. കിഴക്കേ ഗോപുരത്തിലെ വ്യാളികൾ കാവൽ നിൽക്കുന്ന നടവഴിയാണ് തൂണുകൾ കൊണ്ട് അലങ്കൃതമായ വിദ്വൽ സദസ്സുകളും ക്ഷേത്രകലകളും അരങ്ങേറിയ വിസ്താരമുള്ള നാടകശാല മുഖപ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. പതിനായിരം ആശാരിമാരും 100ഓളം ആനകളും അഹോരാത്രം ശ്രമിച്ച് 6 മാസത്തിനുള്ളിൽ പണിതീർത്ത പ്രൗഢഗംഭീരമായ ശീവേലിപ്പുരയ്ക്ക് 365 തൂണുകളുണ്ട്. വ്യത്യസ്തങ്ങളായ കൊത്തുപണികളാൽ അലങ്കൃതമാണ് ഓരോ തൂണും. തൂണിനോട് ചേർന്ന് ദീപലക്ഷ്മിയുമുണ്ട്. ായി
നിർമ്മാണ വൈദഗ്ധ്യത്തെ വെല്ലുവിളിക്കുന്ന ഒറ്റക്കൽ മണ്ഡപം, കരിങ്കല്ലിൽ തീർത്ത കവിത എന്ന് വിശേഷിപ്പിക്കാറുള്ള ആയിരങ്കാൽ മണ്ഡപം തുടങ്ങിയവയാണ് ഇവിടത്തെ മറ്റു പ്രത്യേകതകൾ. ശ്രീ മഹാവിഷ്ണുവിൻ്റെ 24 സങ്കല്പങ്ങളിലൊന്നാണ് ശ്രീ പത്മനാഭൻ. ഈ ക്ഷേത്രത്തിൽ ശാന്തസ്വരൂപ നിത്യാനന്ദമൂർത്തിയായും ശ്രീരാമ അവതാരത്തിനു മുമ്പ് യോഗനിദ്രയിലാണ്ട് അനന്തശായിയുമായിട്ടാണ് ഭഗവാന്റെ ധ്യാനം. നാഭിയിൽ നിന്നും പത്മം ഉയരുന്നത് കാരണം പത്മനാഭൻ എന്ന പേര് ലഭിച്ചു. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും ശേഖരിച്ച് ആനപ്പുറത്ത് കൊണ്ടുവന്ന 24,008 സാളഗ്രാമങ്ങളിൽ 12,008 എണ്ണം ഉൾക്കൊള്ളിച്ച് കടുശർക്കര യോഗ പ്രകാരമാണ് ഈ ക്ഷേത്രത്തിലെ അത്ഭുതകരമായ മൂലവിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ബാലാരണ്യ കോണി ദേവനെന്ന് പേരുള്ള വിദഗ്ധ വിഗ്രഹ നിർമ്മാതാവിൻ്റെ അതിമനോഹരവും അത്ഭുതകരവുമായ സൃഷ്ടിയാണിത്. ഇത്തരം വിഗ്രഹങ്ങൾ ഭാരതത്തിൽ വിരളമാണ്. 30 മുക്കോടി ദേവസങ്കല്പവും ഭൂശ്രീ ദേവിമാരുടെയും ഭൃഗു മഹർഷിയുടെയും മാർക്കണ്ഡേയ മുനിയുടെയും കടുശർക്കര നിർമ്മിതമായ വിഗ്രഹങ്ങളും ഗർഭഗൃഹത്തിനുള്ളിലുണ്ട്. ഭൂമിദേവി പ്രകൃതിയെയും ലക്ഷ്മീദേവി സർവ്വ ഐശ്വര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ശ്രീ പത്മനാഭ ക്ഷേത്രോൽപത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളത് ശ്രീ വില്വമംഗലം സ്വാമിയാരെക്കുറിച്ചുള്ളതാണ്. വില്വമംഗലം സ്വാമിയുടെ വീട്ടിൽ നിന്നും അപ്രത്യക്ഷനായ ബാലനെ തേടി സ്വാമി അനന്തൻ കാട്ടിലേക്ക് യാത്ര തിരിച്ചു. വടക്കു മുതൽ തെക്കൻ കേരളം വരെയുള്ള മാർഗമധ്യേ സ്വാമിയാർ സ്ഥാപിച്ച നിരവധി പുണ്യക്ഷേത്രങ്ങൾ ഈ പ്രയാണത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അനന്തൻകാട് കാണിച്ചു കൊടുത്ത പുലയ സ്ത്രീയുടെ കയ്യിൽ നിന്നും കത്തിച്ച തിരിയും വാങ്ങി സ്വാമിയാർ വനത്തിൽ ഓടിക്കേറി. വെളുപ്പാൻ കാലം 4 മണി കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി ഒരു വലിയ ഇലിപ്പ വൃക്ഷം ശബ്ദഘോഷത്തോടെ സ്വാമിയാരുടെ മുന്നിൽ നിലംപതിച്ചു. തൽക്ഷണം 18 യോജന നീണ്ടുകിടക്കുന്ന അനന്തശായിയായ ശ്രീ പത്മനാഭസ്വാമിയുടെ ഗംഭീര രൂപം പ്രത്യക്ഷപ്പെട്ടു. ശിരസ് തിരുവല്ലത്തും തിരുവുടൽ തിരുവനന്തപുരത്തും തൃപ്പാദം തൃപ്പാദപുരത്തുമായി ശയിച്ച ഭീമാകാര ദിവ്യരൂപം പ്രദക്ഷിണം വയ്ക്കുക ദുഷ്കരമാകയാൽ സ്വാമിയാരുടെ ദണ്ഡിന് 3 വീതമായി ചുരുങ്ങണമേ എന്ന അപേക്ഷ മാനിച്ച് ഇന്നത്തെ സ്ഥിതിയിൽ ഇപ്പോഴത്തെ സ്ഥാനത്തൊതുങ്ങി. വിവരങ്ങൾ അറിഞ്ഞ് നാടുവാണിരുന്ന തമ്പുരാൻ അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും തനിക്ക് അനുഗ്രഹീത ദർശനമരുളിയ അതേ രൂപഭാവങ്ങളോടുകൂടിയ ഇലുപ്പമരത്തിലുള്ള വിഗ്രഹം സ്വാമിയാർ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 9-ാം നൂറ്റാണ്ടിനു മുൻപേ ഈ മഹാക്ഷേത്രം അറിയപ്പെട്ടിരുന്നതിനാൽ വില്വമംഗലം നടത്തിയത് പുനഃപ്രതിഷ്ഠ ആയിരിക്കുവാനേ തരമുള്ളൂ. ആചാര അനുഷ്ഠാനങ്ങളിൽ യാതൊരു വ്യതിചലനവുമില്ലാതെ കുടശാന്തിമാരാണ് ഈ മഹാക്ഷേത്രത്തിലെ പൂജ നടത്തുന്നത്. ശ്രീ പത്മനാഭസ്വാമിക്ക് പെരിയ നമ്പി, പഞ്ചഗവ്യത്ത് നമ്പി എന്നിവരാണ് പൂജ നടത്തുന്നത്. ഇരിഞ്ഞാലക്കുട ഗ്രാമത്തിലെ തരണനല്ലൂർ നമ്പൂതിരിപ്പാടന്മാരാണ് നൂറ്റാണ്ടുകളായി ഇവിടത്തെ തന്ത്രിമാർ. ഭാരതീയ ക്ഷേത്രങ്ങളിലെ ഗാംഭീര്യഭരിതമായ മഹോത്സവങ്ങളുടെ മുൻനിരയിൽ സ്ഥാനം പിടിക്കുന്നത് 6 വർഷം കൂടുമ്പോൾ ഇവിടെ നടക്കുന്ന 56 ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപവും അതിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന നയനാഭിരാമമായ ലക്ഷദീപവുമാണ്. ധനുമാസത്തിൽ വെളുത്ത പക്ഷത്തിലെ പ്രശസ്തമായ സ്വർഗവാതിൽ ഏകാദശിയാണ് ഇവിടത്തെ മറ്റൊരു വിശേഷ ദിനം. ആറുമാസത്തിലൊരിക്കൽ ഇവിടെ കൊണ്ടാടുന്ന അൽപ്പശി, പൈങ്കുനി ഉത്സവങ്ങൾ
വളരെ ആകർഷകവും വർണ്ണപ്പൊലിമയും ഉള്ളതാകുന്നു. തുലാത്തിലും പാണ്ഡവന്മാരെ നിർത്തിക്കൊണ്ടുള്ള മീനമാസത്തിലും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾ സമാപനം കുറിക്കുന്നത് രാജകീയ പ്രൗഢിയോടെയുള്ള ആറാട്ടോടുകൂടിയാണ്. സ്വർണഭൂഷിതം പത്മനാഭം ശങ്കരപ്രിയം സാധുരക്ഷണം നിത്യസുസ്മിതം ദിനകരസമം പാഹി മാം സദാ ശ്രീപത്മനാഭം. ആറാട്ട് ഘോഷയാത്രാ സമയത്ത് പൂജാരികൾ ശ്രീപത്മനാഭസ്വാമിയുടെയും നരസിംഹമൂർത്തിയുടെയും ശ്രീകൃഷ്ണസ്വാമിയുടെയും വിഗ്രഹങ്ങൾ ഗരുഡവാഹനങ്ങളിൽ വഹിച്ചുകൊണ്ട് ബാൻഡുകളുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും പോലീസിന്റെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ ശംഖുമുഖം കടപ്പുറത്തെത്തുന്നു. മനമുരുകി തിരുമുന്നിൽ സോപാനഗീതം സ്വരഗംഗയിൽ നിന്നൊഴുകും ശുഭമംഗള കീർത്തനമായി സംഗീതധാരയായി ഒഴുകിവരും എന്നും സരസ്വതി മണ്ഡപ മണിയൊലികൾ എൻ മുന്നിൽ. പുഷ്പാഞ്ജലിയായി ഹൃദയപ്പൂ നൽകാം, നൈവേദ്യമായി എന്നെ തന്നെയും നൽകാം. ഒരു തുണ്ടുമാമ്പഴം അടിയന്റെ ഹൃദയം, അതിൽ നൽകും നൈവേദ്യം അടിയന്റെ ജന്മം. ത്രിസന്ധ്യയ്ക്ക് ദൈവവിഗ്രഹങ്ങളെ പൂജാതി കർമ്മങ്ങളോടെ കടലിൽ ആറാടിക്കുന്നു. അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചു പോരുന്നു. നീലാംബരി പാടുന്നു പൈങ്കുനി നാളിൽ, കരളലിയും ഭക്തിയാൽ തിരുമുന്നിൽ ഞങ്ങൾ. നീലാംബരത്തിൻ്റെ നിറമുള്ള മേനിയിൽ നീരദ ദലനേത്രം തുറന്നെന്നെ നോക്കി നീ.
പൂജയ്ക്ക് ഉൾപ്പൂവു നൽകാം. ഒരു ചെറു പുഷ്പമാം അടിയന്റെ ജന്മം ഗുരുവായൂരപ്പ തിരുകൃപയല്ലോ. മറുജന്മമുണ്ടെങ്കിൽ ഞാൻ പിറക്കേണം ശ്രീ പത്മനാഭ നിന്ദാസനായി. ആ ജന്മം ഞാൻ എൻ്റെ സർവവും നൽകാം തൃപ്പടിദാനമായി തിരുമുന്നിൽ ദേവാ. സ്വർണഭൂഷിതം പത്മനാഭം ശങ്കരപ്രിയം സാധുരക്ഷണം നിത്യസുസ്മിതം ദിനകരസമം. പൗരാണികത, താളിയോല രേഖകൾ, രാജകീയ ബന്ധങ്ങൾ, വനത്തിലെ ഉൽപ്പത്തി, സമുദ്ര സാമീപ്യം, ചരിത്ര പ്രാധാന്യം, ഉയരത്തിലെ ഇരിപ്പിടം, വാസ്തുവിദ്യാ ശില്പകലാ പ്രധാനമായ ഘടകങ്ങളുടെ പ്രൗഢി, ഉത്സവങ്ങളുടെ പ്രതാപം, പൗരാണിക സാഹിത്യത്തിൽ ലഭ്യമാകുന്ന പരാമർശങ്ങൾ തുടങ്ങിയ ഒരു മഹാക്ഷേത്രത്തിന് വേണ്ട 10 ലക്ഷണങ്ങളും തികഞ്ഞ ഏക ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. 12 സാളഗ്രാമങ്ങൾ വൈഷ്ണവാചാര വിധി പ്രകാരം ഒരു സങ്കേതത്തിൽ വച്ച് ആരാധിച്ചാൽ ആ സങ്കേതത്തിന് കാലക്രമേണ ഒരു മഹാക്ഷേത്രത്തിൻ്റെ ശക്തി ലഭ്യമാവുമെന്നാണ് ഐതിഹ്യം. ഇവിടെ നൂറ്റാണ്ടുകളായി നിഷ്കർഷതയോടെ വിപുലമായ വൈഷ്ണവ ആചാരങ്ങൾ പാലിച്ച് 12,008 സാളഗ്രാമങ്ങൾ അടങ്ങുന്ന മൂലവിഗ്രഹമാകയാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നമുക്ക് നൽകുന്നത് 1000 മഹാക്ഷേത്രങ്ങൾ ദർശിച്ചാലുണ്ടാകുന്ന ചൈതന്യവും ശക്തിയുമാണ്. ഈ മഹാക്ഷേത്രത്തിൽ പ്രശോഭിക്കുന്ന അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായക നമസ്തുതേ.